റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന യുക്രൈൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈൻ സൈനികർ കീഴടങ്ങിയാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാമെന്നാണ് പുടിന്റെ മറുപടി ഇപ്പോൾ വൈറലാവുന്നത്. യുക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് റഷ്യൻ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലായിരുന്നു ട്രംപിന്റെ അഭ്യർത്ഥന എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ട്രംപിന്റെ നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വരുന്നത്. അതിനാണ് പുടിൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. യുക്രൈൻ മിന്നലാക്രമണത്തിലൂടെ പിടിച്ചെടുത്ത മേഖലയാണ് കുർസ്ക്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറി അതിർത്തി പ്രദേശമായ കുർസ്ക് കൈയടക്കിയിരുന്നത്. സുത്സ ഉൾപ്പെടെ 1000ഓളം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് യുക്രൈൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയത് എന്നത് മറ്റ് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പ്രദേശത്തുണ്ടായിരുന്ന റഷ്യൻ സൈനികരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുന്നതിനായിരുന്നു യുക്രൈന്റെ ഇത്തരമൊരു നീക്കം നടന്നത്. പിന്നീട് ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിലൂടെ റഷ്യ ചെറിയ ഭാഗം തിരിച്ചുപിടിക്കുകയും ചെയ്തു. യുക്രൈനിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് US യുക്രൈൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ധാരണയാക്കുകയും അതിന് പിന്നാലെ തന്നെ കുർസ്കിൽ റഷ്യ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിരുന്നു.